നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ആരാകണം എന്ന് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ഉത്തരങ്ങളുണ്ട് അല്ലേ. ചിലർക്ക് എഞ്ചിനീയർ ആവണം, ചിലർക്ക് ഡോക്ടർ ആവണം, സയൻസ് താല്പര്യമുള്ള കുറച്ച് ആൾക്കാർക്ക് സയന്റിസ്റ്റ് ആവണം. പക്ഷേ ഈ ഡിഗ്രീസ് ഒക്കെ എവിടെ നിന്നാണ് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം എന്ന് ചോദിച്ചാൽ പല ആൾക്കാർക്കും ഉത്തരമില്ല. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഡോക്ടർ ആവണം എന്നുള്ളതാണെങ്കിൽ കുറച്ച് ആൾക്കാർ ഫോറിൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയിട്ട് ഡോക്ടർ ആവുന്നത്, കുറച്ച് ആൾക്കാർ സെൽഫ് ഫിനാൻസിങ് പൈസ എടുത്തിട്ട് സെൽഫ് ഫിനാൻസിങ് കോളേജസ് നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, MBBS ഡിഗ്രി എടുക്കാം. നീറ്റിൽ കുറച്ച് മാർക്ക് കുറവാണെന്നുണ്ടെങ്കിൽ, നീറ്റിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കേരള മെഡിക്കൽ കോളേജസ്, പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കേരളത്തിൽ തന്നെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജസ് ഉണ്ട്. പിന്നെ അതിനൊക്കെ മുകളിൽ നമ്മളെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ജിപ്മർ, AFMC പോലുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സുകളും ഉണ്ട്. ഓക്കെ, ഇനി എഞ്ചിനീയറിംഗ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമുക്ക് സെൽഫ് ഫിനാൻസിങ് ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ അതിന് മുകളിൽ നമുക്ക് കേരള ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട്, NITs ഉണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ് ഉണ്ട്. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇപ്പൊ ബിടെക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ നിന്ന് ബിടെക് എടുത്താലും IITs നിന്ന് ബിടെക് എടുത്താലും ബിടെക് തന്നെയാണ് അല്ലെ, എഞ്ചിനീയർ ആണ് നിങ്ങൾ ആവാൻ പോകുന്നത്. ഇനി MBBS ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്താലും എയിംസ് നിന്ന് ഡിഗ്രി എടുത്താലും നിങ്ങൾ MBBS ഡിഗ്രിയാണ് കരസ്ഥമാക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്? ഈ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നല്ല റാങ്ക് കിട്ടിയവൾ എന്തിനാണ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പോകുന്നത്, അല്ലെങ്കിൽ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചാലുള്ള ഉപകാരം എന്താണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേര് റൌഫ് എന്നാണ്. ഞാൻ എക്സാം വൈൽ ഫിസിക്സ് ഫാക്കൽറ്റിയാണ്. ഐസർ പൂനെന്ന് BSMS കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സയൻസിൽ നിങ്ങൾക്ക് നല്ല താല്പര്യമുണ്ട്, നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ഫീൽഡിൽ അല്ലെങ്കിൽ റിസർച്ച് ഫീൽഡിൽ നല്ല താല്പര്യമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എയിം ചെയ്യാൻ പറ്റിയ ഇന്ത്യയിലെ ബെസ്റ്റ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഒന്നാണ് ഐസേഴ്സ്, IISc, നൈസർ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. ഓക്കെ, അപ്പൊ ഐസറിലോട്ട് നമുക്ക് വരാം. അതിന് മുന്നേ നമ്മൾ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പഠിച്ചാലുള്ള അഡ്വാൻറ്റേജസ് ആണ് പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അവിടുത്തെ അക്കാഡമിക്സും ക്യാമ്പസ് ലൈഫും നമ്മളെ സാധാരണ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ നിന്നുള്ള ഡിഫറൻസ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് എയിം ചെയ്യണമെന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അതിന്റെ കാരണമാണ് ഞാൻ ഈ സ്ലൈഡ്സിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, എന്നോട് പ്രീമിയർ എഡ്ജ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് ഈ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രീമിയർ എഡ്ജ്? ഒന്നാമത്തെ കാര്യം അവിടുത്തെ ഫാക്കൽറ്റീസ് ആണ്. ഓക്കെ, നിങ്ങൾ IIT അല്ലെങ്കിൽ ഐസർ അതുപോലെ എയിംസിലൊക്കെ ഫാക്കൽറ്റീസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടുത്തെ ഫാക്കൽറ്റീസിന്റെ ക്വാളിഫിക്കേഷൻ. ഓക്കെ, അവരെ ഒരു റിസർച്ച് എക്സ്പോഷർ, ഓക്കെ, അവർ PhD പോസ്റ്റ് ഡോക്ക് ഒക്കെ എടുത്തിട്ടുണ്ടാവുക അടിപൊളി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അവിടുന്ന് പഠിച്ചിറങ്ങി അവിടുന്ന് തന്നെ PhD ഒക്കെ എടുത്തിട്ടുള്ള നല്ല അടിപൊളി ഫാക്കൽറ്റീസ് ആയിരിക്കും. ഓക്കെ, അവരൊരു എക്സ്പോഷർ അതുപോലെ അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ വളരെ വലുതായിരിക്കും. ഓക്കെ, ഫാക്കൽറ്റീസ് വലിയൊരു ഫാക്ടറാണ്. അവരാണ് നമ്മളെ പഠിപ്പിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അവരാണ് നമ്മളെ ഗൈഡ് ചെയ്യാനും ട്രെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അവരാണ് നമ്മുടെ റോൾ മോഡല്. അവരെയാണ് നമ്മൾ ഇപ്പോൾ ഐസലാണെങ്കിൽ റിസർച്ച് ആണെന്നുണ്ടെങ്കിലും നിങ്ങളൊരു ഡോക്ടർ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ട്രെയിൻ ചെയ്യാൻ പോകുന്ന ആൾക്കാർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആരാണെന്നുള്ളത് നിങ്ങളുടെ ഇനി ഭാവിയിൽ ആരാവുന്നുള്ളത് ഡിഫൈൻ ചെയ്യുമെന്നുള്ളതാണ്. ഓക്കെ, പിന്നീടുള്ളത് ഗ്ലോബൽ എക്സ്പോഷർ ആണ്. അതായത് ഈ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെല്ലാം ഫോറിൻ വിസിറ്റുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു പോസ്റ്റർ പ്രസന്റേഷൻ, നിങ്ങളെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു പോസ്റ്റർ പ്രസന്റേഷൻ എന്താണ് ഒരു പ്രോഗ്രാം വെക്കുമ്പോൾ നിങ്ങളെ വർക്ക് കാണാൻ ഒരുപാട് ആൾക്കാർ, ഫോറിൻ ആൾക്കാർ വരും. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ എക്സ്പോഷർ കൂടുതലായിട്ട് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, കൂടാതെ അവിടുത്തെ ഇൻസ്ട്രുമെന്റ്സ്, ഓക്കെ, നിങ്ങൾ എയിംസിൽ പോയാൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ആവില്ല നിങ്ങൾ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ്. ഓക്കെ, ഒരു ഓപ്പറേഷൻ തിയേറ്ററിലുള്ള ഇൻസ്ട്രുമെന്റ്സ് രണ്ടും വ്യത്യാസം ഉണ്ടാവും അല്ലേ. ഇനിയിപ്പോ സയൻസ് റിസർച്ചിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും, കേരളത്തിലൊരു സാധാരണ കോളേജിലുള്ള റിസർച്ച് ഫെസിലിറ്റീസ് ആവില്ല ഐസറിലുള്ള ലാബിലെ റിസർച്ച് ഫെസിലിറ്റീസ്. അവിടെ നല്ല ഫണ്ടിങ് ഉണ്ടാകും അല്ലേ, അവിടെ നല്ല ഫണ്ടിങ് ഉണ്ടാവും. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഗൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാനെല്ലാം അല്ലെങ്കിൽ ഈ റിസർച്ച് എങ്ങനെ കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കാൻ അവിടുത്തെ ഫാക്കൽറ്റീസിന് അത്രത്തോളം ഫണ്ടിങ്ങും അതിനുള്ള എബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനിയോ ബ്രില്യൻ പിയർ ഗ്രൂപ്പ്. നമ്മൾ കൂടെ പഠിക്കുന്ന എല്ലാം നല്ല അടിപൊളി ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പറയുന്നതാണ് അല്ലേ, നമ്മുടെ അടുത്തുള്ള ആൾക്കാർ ഒരു ആവറേജ് ആണ്. അപ്പോൾ നമ്മുടെ പിയർ ഗ്രൂപ്പ് അടിപൊളിയാകുമ്പോൾ നമ്മളും നന്നായിട്ട് അടിപൊളിയായിട്ട് പഠിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് മാറും എന്നുള്ളതാണ് ഒരു പ്രീമിയർ എഡ്ജ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു അക്കാഡമിക്സ് എന്നുള്ള നിലയിലും ഒരു എന്താണ് ഒരു ക്യാമ്പസ് ലൈഫ്, ഓക്കെ, അതിലൂടെ നമുക്ക് വരാം. ക്യാമ്പസ് ലൈഫ് എന്നുള്ള നിലയിലും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് വലിയൊരു വ്യത്യാസമാണ് നമ്മൾ സാധാരണ ഒരു കോളേജുകളിൽ നിന്നുള്ള ഒരു മാറ്റമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനി ഞാനിവിടെ കുറച്ച് റിസർച്ച് എന്താണ് ഒരു ഫോട്ടോസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഞാൻ എൻ്റെ ലാബിൽ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസ് ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നല്ല അടിപൊളി ലാബ്സുകളാണ്, നല്ല അടിപൊളി ക്ലാസ് റൂമുകളാണ്. ഓക്കെ, ജിയോ ഫിസിക്കൽ സർവേ ആണ് ഇവിടെ നടത്തുന്നത്. ഓക്കെ,
അപ്പൊ ഈ ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസ് എല്ലാം നമ്മുടെ നാട്ടിലുള്ള സാധാരണ ഒരു കോളേജിൽ കിട്ടുമോ എന്നുള്ളത് വളരെ സംശയമാണ്. ഓക്കെ, അപ്പൊ ഫെസിലിറ്റീസ് കൂടുതൽ എന്താ നമുക്ക് ഉപകാരം? നമുക്ക് നല്ല അടിപൊളി പ്രോജക്റ്റുകൾ ചെയ്യുക എന്നുള്ളതാണ് ഈ ഫെസിലിറ്റീസ് കൂടുതലുള്ളത് കൊണ്ടുള്ള ഉപകാരം. നല്ല ഗൈഡിന് കിട്ടിയാൽ നമുക്ക് എന്താ ഉപകാരം? അവരെ ഒരു തിങ്കിങ് പ്രോസസ്സ് നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്കും നല്ല അടിപൊളിയായിട്ട് പ്രോജക്റ്റുകൾ നോക്കാം എന്നുള്ളതാണ്. ഓക്കെ, ഇതെല്ലാം നമ്മളെ ക്ലാസ് റൂമുകൾ, നമ്മളെ ലാബ് എല്ലാമാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അഡ്വാൻസ്ഡ് ലാബ്സ്, നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ലാബ്സ്, ഡൈനാമിക് ക്ലാസ് റൂംസ് അല്ലെ, ക്ലാസ് റൂമിന്റെ ഒരു ഫെസിലിറ്റി, പിന്നെ അവിടെ പഠിപ്പിക്കാൻ വരുന്ന നമ്മുടെ പ്രൊഫസേഴ്സിന്റെ ഒരു ക്വാളിറ്റി, കൊളാബറേറ്റീവ് സ്പേസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പിയർ ഗ്രൂപ്പ്. ഓക്കെ, നമുക്ക് ബ്രെയിൻ സ്റ്റോം ചെയ്യാനും നമ്മുടെ റിസർച്ച് വർക്ക്സ് ആയിട്ട് ബാക്കിയുള്ളവരായിട്ടൊക്കെ ബ്രെയിൻ സ്റ്റോം ചെയ്യാനൊക്കെ പറ്റിയ പിയർ ഗ്രൂപ്പ് ആയിരിക്കും നമ്മളെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ വൈബ്രന്റ് ക്യാമ്പസ് ലൈഫ്, അതായത് ജസ്റ്റ് അക്കാഡമിക്സ് മാത്രമല്ല, അതിനപ്പുറമുള്ള നിങ്ങളെ സ്പോർട്സ് ആയാലും കൾച്ചറൽ ആക്ടിവിറ്റീസ് ആയാലും ബാക്കി ക്ലബ് ആക്ടിവിറ്റീസിലൊക്കെ ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് കിട്ടും. ഓക്കെ, ആ ഫണ്ട് കിട്ടുമ്പോൾ തന്നെ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസും അതിനനുസരിച്ചുള്ള കാര്യങ്ങളും അവർക്ക് അത് നോക്കാൻ പറ്റുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇത് നോക്കി, ഞാനിവിടെ ഐസൽ പഠിച്ചുകൊണ്ട് തന്നെ എൻ്റെ ക്യാമ്പസിന്റെ ഫോട്ടോസ് ആണ് ഞാൻ ഇവിടെ കൂടുതലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത് നമ്മുടെ ക്രിക്കറ്റ് ഗ്രൗണ്ട് ആണ്. ഓക്കെ, അതുപോലെ നമ്മുടെ കൾച്ചറൽ ഫെസ്റ്റിവൽ ആണ് കാരവൻ എന്ന് പറഞ്ഞ. ഓക്കെ, വേറെ നമ്മളെ കുറിച്ചുള്ള വോളിബോൾ ഗ്രൗണ്ട്, ഓക്കെ, അതുപോലെ വേറൊരു ഫുട്ബോൾ ഗ്രൗണ്ട് എല്ലാം ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, കൾച്ചറൽ ആക്ടിവിറ്റീസ്, ഓക്കെ, ഇതെല്ലാം നമ്മൾ എന്താണ് ക്യാമ്പസിൽ കോളേജ് ഫണ്ട് കൊണ്ട് തന്നെ നമ്മൾ അടിപൊളിയാക്കി നടത്തുന്നതാണ്. ഓക്കെ, അതുപോലെ പേപ്പർ പ്രസന്റേഷൻസ്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. നമ്മുടെ വർക്ക് നമ്മുടെ ഐസറിൽ ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ എയിംസിലാണോ IIT-യിലാണോ നിങ്ങൾ അവിടെ ഒരു ഗൈഡിന്റെ കീഴിൽ ചെയ്യുന്ന പ്രോജക്റ്റ് വർക്ക് പ്രസന്റ് ചെയ്യാൻ, ഓക്കെ, പ്രസന്റ് ചെയ്യാനും ആ പ്രസന്റേഷൻ കാണാൻ വരുന്നത് വേൾഡിലെ തന്നെ അടിപൊളി ആൾക്കാരായിരിക്കും അല്ലെ, ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ആ സബ്ജക്ട്സിൽ വർക്ക് ചെയ്യുന്ന അടിപൊളി പ്രൊഫസേഴ്സ് ആയിരിക്കും നിങ്ങളെ പ്രസന്റേഷനും നിങ്ങളെ പോസ്റ്റേഴ്സും കാണാൻ വരുന്നത്. അപ്പൊ അവർ ഇൻപുട്ട്, ഓക്കെ, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള കണക്ഷൻസ് ഒക്കെ നമ്മൾ നന്നായിട്ട് ബെനിഫിറ്റ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏത് കോഴ്സ് എടുക്കുകയാണെങ്കിലും, നിങ്ങൾ MBBS ആണ് നിങ്ങളെ താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എയിം ചെയ്യേണ്ടത് എയിംസ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ജിപ്മർ ആണ്. നിങ്ങളെ സയൻസ് ആണ് നിങ്ങൾ താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എയിം ചെയ്യേണ്ടത് IIC, നൈസർ പോലുള്ള സ്ഥാപനങ്ങളാണ്. നിങ്ങൾ എഞ്ചിനീയർ ആണ് താല്പര്യം, അല്ലെങ്കിൽ എഞ്ചിനീയർ ആവാനാണ് നിങ്ങൾ താല്പര്യം, നിങ്ങൾ IITs ആണ് എയിം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മോശമാണ് എന്നല്ല, പക്ഷെ ഇവിടെ കിട്ടുന്ന ഒരു എക്സ്പോഷറും ഇവിടുത്തെ ഒരു പ്രീമിയർ അഡ്വാൻറ്റേജും വളരെ വലുതാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ പാരൻസ് ആയിരിക്കും, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എന്താണ് 8, 9, 10 ക്ലാസ്സിലുള്ള കുട്ടികളായിരിക്കും. അപ്പൊ നമ്മളിപ്പോൾ എന്താ ചെയ്യാം? ഓക്കെ, ഇത് +2 കഴിഞ്ഞിട്ടാണ് ഈ എൻട്രൻസ് എക്സാമുകളെല്ലാം വരുന്നത്, പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോട്ടുള്ള എൻട്രൻസ് എക്സാമുകൾ. അപ്പൊ നമ്മൾക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നത്, ഇപ്പോഴേ ആ ഒരു എൻട്രൻസ് എക്സാമിന്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ സബ്ജക്ട് കോൺസെപ്റ്റ് അല്ലെങ്കിൽ കോൺസെപ്ഷ്യൽ ഡെപ്ത് ഇൻക്രീസ് ചെയ്തിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഏത് എക്സാമിന്റെയും അല്ലെങ്കിൽ ക്രാക്ക് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിലുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആ സബ്ജക്ട് ഇഷ്ടപ്പെട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇതൊരു ബേർഡനായിട്ട് കാണുമ്പോഴാണ് നമുക്ക് എക്സാംസ് ടഫായിട്ട് വരുന്നത്, അല്ലെങ്കിൽ പഠിക്കാൻ തന്നെ താല്പര്യമില്ലാതെ വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ പഠിക്കുമ്പോൾ 8, 9, 10 തന്നെ നമ്മളെ കോൺസെപ്റ്റുകളെല്ലാം അടിപൊളിയാക്കി പഠിക്കുക, സയൻസിന്റെ ബേസിക്സ്, മാത്സിന്റെ പ്രോബ്ലംസ് എല്ലാം അടിപൊളിയാക്കിയിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെ എയിം നല്ല അടിപൊളിയാക്കുക. ഓക്കെ, നിങ്ങളുടെ ഏത് കോഴ്സാണ് നിങ്ങൾ എടുക്കേണ്ടത്, ആ കോഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾ എയിം ചെയ്യേണ്ടത് ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. അതിന് നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ തന്നെ ചെറിയ രീതിയിൽ എന്ത് ചെയ്യുക, ബേർഡൻ ആവാതെ, ഭാവിയിൽ ബേർഡൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോഴേ ചെറിയ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും മാത്സ് ആയാലും ക്വസ്റ്റ്യൻസും കോൺസെപ്ച്വൽ ഡെപ്തും നമ്മൾ ബിൽഡ് ചെയ്യേണ്ട സമയം ഇപ്പോഴാണ്. ഓക്കെ, ഇപ്പോൾ തന്നെ നമ്മൾ തുടങ്ങിയാൽ എന്താ സംഭവിക്കുക, നമുക്ക് പിന്നെ +2 കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം ചിലപ്പോൾ ഉണ്ടായി എന്ന് വരില്ല. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളെ ചേട്ടന്മാരൊക്കെ ചോദിച്ചാൽ അറിയാം, നീറ്റിനൊക്കെ ഈ MBBS ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർ 2, 3 കൊല്ലമൊക്കെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം വരും. കാരണം എന്താ, അവർക്ക് ഈ 8, 9, 10 നമ്മൾ കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യാതെ, അല്ലെങ്കിൽ നല്ലപോലെ ന്യൂമറിക്കൽസ് ചെയ്ത് പഠിക്കാതെ പോയിട്ടുള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എക്സാം വഴി നമ്മളൊരു ഫൗണ്ടേഷൻ പ്രോഗ്രാം വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും, നമ്മളൊരു ഫൗണ്ടേഷൻ പ്രോഗ്രാം കൊടുക്കുന്ന ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. സോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഒക്കെ ബിൽഡ് ചെയ്തിട്ട് നിങ്ങളുടെ കോൺസെപ്ച്വൽ ഡെപ്തും അതുപോലെ ന്യൂമറിക്കൽ എബിലിറ്റി ഒക്കെ കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടിപൊളി കോഴ്സസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഫാക്കൽറ്റീസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ വർക്ക് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അവിടെ പഠിച്ചിറങ്ങിയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെ കുറച്ചും കൂടി നന്നായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ,
പിന്നീട് നമ്മളെ കോഴ്സസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1-to-1 മെന്റർഷിപ്പ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമ്മൾ 8 മുതൽ 10 വരെ ക്ലാസ്സിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, ചിലപ്പോൾ നമുക്ക് എന്തുണ്ടാവും, ഒരു മടിയൊക്കെ ഉണ്ടാവും അല്ലെ, പഠിക്കാനുള്ള സമയത്ത് ഒരു മോട്ടിവേഷൻ കുറവൊക്കെ ഫീൽ ചെയ്യും. അപ്പൊ നിങ്ങളെ പുഷ് ചെയ്യാനേ, നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഷെഡ്യൂൾ തരാനൊക്കെ നമ്മളെ മെന്റേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ മെന്റർ നമ്മൾ അസൈൻ ചെയ്യും. മെന്റർഷിപ്പ് സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിന് കൂടെ നമ്മളെ മാത്തമാറ്റിക്കൽ എബിലിറ്റി അടിപൊളിയാക്കാൻ നമ്മൾ ബേസിക് മാത്തിലുള്ള വേറെ കോഴ്സുകളും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ജൂൺ 30 വരെയാണ് നമ്മുടെ അഡ്മിഷൻ. നമ്മൾ അഡ്മിഷൻ ക്ലോസ് ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ അഡ്മിഷനൊക്കെ അപ്പുറം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എന്തെങ്കിലും എയിം ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് ഒരു MBBS ഡിഗ്രി സ്വപ്നം കാണാം. അതിനായിട്ട് ഇപ്പോൾ തന്നെ വർക്ക് ചെയ്ത് തുടങ്ങാം. ഓൾ ദി ബെസ്റ്റ്.